നമുക്ക് അല്പനേരത്തെ ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകം നമുക്ക് തുറക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ധ്യാനത്തിനായി വായിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യേശു അവനോട്, ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ 33.5 വർഷത്തെ ജീവിതത്തെയും ശുശ്രൂഷയെയും ക്രൂശ് മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയുമൊക്കെ 4 സുവിശേഷകന്മാർ 4 എഴുത്തുകാർ നിന്നുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. 4 എഴുത്തുകാർ എഴുതിയ സുവിശേഷം. അതിനകത്ത് ആദ്യമായി എഴുതിയിരിക്കുന്ന മത്തായിയാണ്. ഓരോരുത്തരും യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എഴുതിയതെങ്കിലും ഓരോരുത്തർക്ക് കൊടുത്ത വെളിപ്പാടാണ് എഴുതി വച്ചിരിക്കുന്നത്. മത്തായി സുവിശേഷം എഴുതിയത് യഹൂദന്മാർക്ക് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ രാജാവില്ലാത്ത യഹൂദന്മാർ. ആ സമയത്ത് യഹൂദന്മാർക്ക് രാജാവില്ല. അവരുടെ രാജാവ് എന്നേ ഇല്ലായ്മപ്പെട്ടു പോയി. അവരോട് മത്തായി എഴുതി തുടങ്ങുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? എഴുതി അവസാനിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം. കാൽവറി ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട് അവൻ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. യഹൂദന്മാരുടെ രാജാവെന്ന് തുടങ്ങി ആ രാജാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മത്തായി സുവിശേഷം അവസാനിക്കുന്നത്. ആ സുവിശേഷത്തിനകത്ത് ദൈവത്തിന് മർമ്മപ്രധാനമായ ഒരു ആത്മീക ദൂതാണ് അല്പനേരത്തെ ധ്യാനത്തിനായി വായിച്ചത്. നിങ്ങൾക്കറിയാം, യേശു ഈ ഭൂമിയിൽ വന്നത് തൻ്റെ രാജ്യം എന്താണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. തൻ്റെ രാജ്യം എന്താണ്? ഞാൻ പണ്ടൊരിക്കൽ പ്രസംഗിച്ചപ്പം പറഞ്ഞത് ഓർക്കുകയാണ്, ഞാൻ സിംഗപ്പൂരിൽ പോയി കണ്ടേച്ച് സിംഗപ്പൂർ എന്തുവാണെന്ന് ഇവിടെ എത്ര വിവരിച്ചാലും സിംഗപ്പൂരിൽ പോയ പോലെ ആകത്തില്ല. കർത്താവ് വന്നത് പല ഉദാഹരണങ്ങളിലൂടെ, ഉപമകളിലൂടെ തൻ്റെ രാജ്യം എന്താണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനർത്ഥം 70-80 വയസ്സുകൊണ്ട് അസ്തമിക്കുന്ന ഒരു ലൈഫ് അല്ല ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. കോടാനുകോടി വർഷം ദൈവത്തോടൊപ്പം വാസമുണ്ടെന്ന് കാണിക്കുന്നതാണ് തൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ. യേശുക്രിസ്തു ആദ്യം 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. 12 ശിഷ്യന്മാരെ എന്തിനാന്ന് ചോദിച്ചാൽ, കർത്താവിന് ലീഡർഷിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. സഭ വളരുന്നത് ഒരാത്മീക ലീഡർഷിപ്പിൽ കൂടെ മാത്രമാണ്. ഒരാൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ഒത്തപോലെ നടക്കുന്നതല്ല ഒരുവൻ്റെ ക്രിസ്തീയ ജീവിതം. എപ്പോഴും നിങ്ങൾക്ക് ഒരു ഇടയൻ വേണം, ഒരു നാഥൻ വേണം, ഒരു ലീഡർ വേണം. യേശുക്രിസ്തു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ബൈബിളിൽ നമ്മൾ വായിക്കുക, ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അതിൽ 12 പേരെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. ആ 12 പേരിൽ കൂടെ യേശു തൻ്റെ രാജ്യത്തെ ജനത്തോട് വെളിപ്പെടുത്തുവാൻ തുടങ്ങി. ഈ 15-ാമത്തെ അധ്യായത്തിലൊക്കെ വരുമ്പം യേശു ഒരു മലയെ കയറിയിരുന്ന് പ്രസംഗിക്കുക. ഒരു ദിവസം പ്രസംഗിക്കാൻ ആ മലയെ കയറിയത്, പക്ഷെ പ്രസംഗം അറിയാതെ 3 ദിവസം അങ്ങ് നീണ്ടുപോയി. കർത്താവിന് സ്തോത്രം. നീണ്ടുപോയപ്പം ദൈവത്തിന് 15-ാം അധ്യായമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. ദൈവത്തിന് സ്തോത്രം. മുടന്തന്മാരും കുരുടന്മാരും ഊമന്മാരും കൂനുള്ളവരും ഒക്കെ അവൻ്റെ അടുക്കൽ വന്നു. അവരെല്ലാം സൗഖ്യമായി. മുടന്തർ 15:31 ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തവരെ സൗഖ്യമാക്കി. ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു, ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവരെല്ലാം അത്ഭുതപ്പെടുകയാണ്. ഒരു മലയിൽ യേശു പ്രസംഗിക്കാൻ കയറിയ യോഗം 1-ാം ദിവസം തീർന്നില്ല, 2-ാം ദിവസം തീർന്നില്ല, 3-ാം ദിവസം യേശു ശിഷ്യന്മാരെ വിളിച്ച് ചോദിക്കുക. 32-ാമത്തെ വാക്യം, എന്നാൽ യേശു തന്നെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഈ പുരുഷാരം യേശു തന്നെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. മതി. ദൈവത്തിന്റെ സ്തോത്രം. ഈ ജനം ഇപ്പം 3 ദിവസമായിട്ട് എന്നോടുകൂടെ പാർക്കുകയാണ്. യേശു അവരോട് മനസ്സലിഞ്ഞിട്ട് അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ യേശുവിന് മനസ്സില്ലായിരുന്നു. നോക്കി, ഒരു ദിവസം പ്രസംഗിക്കാൻ കയറിയ മുടന്തർ നടക്കുന്നു, കുരുടരുടെ കണ്ണ് തുറക്കുന്നു, മുടന്തർ തുള്ളിച്ചാടുന്നു, ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുക, യോഗം
രോഗം 3 ദിവസം നീണ്ടു. രാത്രിയെന്നില്ല പകലെന്നില്ല, ആരും കഴിച്ചിട്ടില്ല, കിടന്നിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. സുവിശേഷം നടക്കുക. നിൽക്കുന്ന സ്തോത്രം. ആ സമയത്ത് യേശു പറയും, 3 ദിവസമായി ഈ ജനം എൻ്റെ കൂടാണ്, ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം, അല്ലെ വഴി തളർന്നു പോകും. അവിടെ നടന്ന അത്ഭുതം ഞാൻ വിവരിക്കുന്നില്ല. 4000 പേർക്ക് അപ്പവും മീനും അങ്ങോട്ട് വിഭജിച്ചു കൊടുത്തു. ശിഷ്യന്മാർ ചോദിക്കുക, ഈ കാട്ടിൽ ഇത്തരം പേർക്ക് എവിടുന്ന് കൊടുക്കും? ഞാനൊരു ദൂത് പറയാം, മനുഷ്യബുദ്ധിക്ക് നടക്കാത്ത കാര്യം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നീ ബുദ്ധി ചിന്തിച്ചിട്ട് നടക്കാത്ത എന്തേലും കാര്യമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ഒരു ദൂതൂടെ പറയാം. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള 2 കാര്യം: ഒന്ന് പാർക്കാനൊരു വീട് വെക്കുക, 2 കുഞ്ഞുങ്ങളുടെ കല്യാണം. ഇതിനാണ് ഏറ്റവും കൂടുതൽ കാശ് വേണ്ടത്. ബുദ്ധി ചിന്തിച്ചാൽ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ ഞാനൊരു സന്ദേശം പറയാം, ഇത് 2 ദൈവമാണ് നടത്തി തരുന്നത്. ബൈബിൾ പറയാ, യഹോവ വീട് പണിയാതിരുന്നാൽ. ഹല്ലേലൂയ. അപ്പം ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ബുദ്ധിയിൽ ചിന്തിച്ചാൽ നടക്കാത്ത കാര്യം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നീ ബുദ്ധി തോറ്റ കാര്യം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത് ദൈവം നടത്തി തരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ മുമ്പോട്ട് ഈ വചനം ചിന്തിച്ചു പോകുമ്പം 4000 പേരെ പോഷിപ്പിച്ചു. 16-ാം അധ്യായത്തിൽ അങ്ങോട്ട് വരുമ്പം പരീശന്മാരും സദൂക്യരും അടുക്കൽ വന്ന് യേശു പറഞ്ഞ ആകാശത്തിൽ ഒരു അടയാളം കാണിക്കാൻ പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞു, യോനായുടെ അടയാളമല്ലാതെ പിന്നെ എന്തടയാളം യോന്മാർക്ക് കൊടുക്കാനുള്ളത്? എന്നിട്ട് യേശു പറഞ്ഞു, പരീശന്മാരുടെ സദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചോണമെന്ന്. ഉടനെ ശിഷ്യന്മാർ പറയുക, എന്നാൽ അപ്പം എടുക്കാൻ മറന്നുപോയോണ്ടായിരിക്കും യേശു പറഞ്ഞ്. യേശു ചോദിച്ചു, ദൈവത്തിന് സ്വന്തം, നിങ്ങളെന്തോ അപ്പത്തിൻ്റെ കഥ? ഇത് അപ്പത്തിൻ്റെ കഥയല്ല, പരീശന്മാരുടെ സദൂക്യരുടെയും പുളിച്ച മാവ് അവരുടെ ഉപദേശമാണ്. അത് നിങ്ങളെ തകർക്കാതെ സൂക്ഷിച്ചോണം എന്നെല്ലാം പറഞ്ഞേച്ച് 3 ദിവസം അത്ഭുതങ്ങൾ കണ്ടും അടയാളങ്ങൾ കണ്ടും തുള്ളിച്ചാടിയ ജനത്തോട് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയും? ഈ നിങ്ങൾക്കറിയത്തില്ലയോ, ഇപ്പം ഞങ്ങൾ സ്വത്രം നമ്മൾ ഒരു നല്ല സാരി ഉടുത്താണ്ട് ഒരു കല്യാണത്തിന് പോയാൽ, കല്യാണത്തിന് പോയച്ച് വരുമ്പം കർത്താവിന് സ്വത്രം ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അച്ഛാ സാരി എങ്ങനെ ഉണ്ടായിരുന്നു? സാരി എങ്ങനെ? ഓ, ആരും ചോദിച്ചിട്ടുമില്ല, എല്ലാവരും അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഇല്ലേ? നിങ്ങൾ മനസ്സൊക്കെ ഒന്ന് തുറക്കെ. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ ചുമ്മാ നിന്ന് കുറേ കവിത പാടുമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഇത് കയറണം. സാരി എടുത്തോണ്ട് പോയേച്ച് നാട്ടുകാർ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും അപ്പം ആ ഭർത്താവിൻ്റെ അടുക്കൽ വന്നേച്ച് ചോദിച്ചു, അച്ഛാ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം നല്ല ഭർത്താവ് പറയും, അടിപൊളി, സ്തോത്രം, സൂപ്പർ, ഹല്ലേലൂയ, എവിടുന്നാ ഈ സാരി വാങ്ങിച്ചേ? ഹല്ലേലൂയ എന്നൊക്കെ നമ്മൾ ചോദിച്ചു കളയും. ഇനി പാസ്റ്റർമാരുടെ കാര്യം എടുക്കുക. നല്ലൊരു പ്രസംഗം പ്രസംഗിച്ചേച്ച് അവർ ഭാര്യയോട് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു? പറയും. അപ്പം എല്ലാവരും ചോദിക്കും. ഒരു നല്ല വീട് പണിതേച്ച് ഹൗസ് വാമിങ് നടത്തിയേച്ച് നമ്മൾ അഭിപ്രായം ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു വീട്? ഓ, ഈ ചില വിമർശകന്മാരും കുരുട്ടുബുദ്ധിയുള്ളവന്മാരുണ്ട്. ഒരിക്കലും ഒരാൾ മനോഹരമായൊരു വീട് വെച്ച് ആ വീടിന് ഒരപാകതയില്ല, സ്വത്രം മൊത്തം അടിപൊളിയാണ്, കൊത്തുപണി നല്ലത്, തേപ്പ് നല്ലത്, പെയിൻറ് നല്ലത്, ഫുള്ള് സെൻട്രൽ AC. പുള്ളി പറയുകയാണ്, ഭൂമി കുലുങ്ങ ഇടിഞ്ഞു വീഴുമെന്ന്. ആണോ? അതിനർത്ഥം എന്താ? എടാ, ഭൂമി കുലുങ്ങാൻ നിന്റെ വീട് ഇടിയും. എടാ, മിണ്ടുന്നില്ല. വേറുള്ള ഹൗസ് വാമിങ് നടത്തിയപ്പം നല്ല വീടും നല്ല ഫുഡും ഒക്കെ ആയിരുന്നു. സ്വത്രം ഒരാളോട് ചോദിച്ചു, എങ്ങനെ? കുഴപ്പമൊന്നുമില്ല, പച്ചടിക്ക് ഉപ്പ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലേ പുള്ളിക്ക് എന്തില്ല? സമാധാനമില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ യേശു ചോദിക്കുകയാണ്, ജനങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? അപ്പം ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, നിന്നെക്കുറിച്ച് കമനുണ്ട്, ചിലർ യോഹന്നാൻ സ്നാപകനാണ് നീ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വേറെ ചിലത്ത് എന്നപ്പോൾ അവർ പറഞ്ഞു ഏലിയാവാന്ന, വേറെ ചിലടത്ത് അവർ എന്നപ്പോൾ പറഞ്ഞു ഇരമ്യാവാന്ന്, വേറെ അവർ പറഞ്ഞു പ്രവാചകന്മാരിൽ ഒരുത്തനാന്ന് പറഞ്ഞു. ഉടനെ യേശു ശിഷ്യന്മാരോട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ 12 പേരെ വലത്തും ഇടത്തും നിർത്തി മരിച്ചവനെ ഉയർപ്പിച്ചതും 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതും കാനാവിലെ പച്ചവെള്ളം വീഞ്ഞാക്കിയതും ശവമഞ്ചത്തെ നൃത്തയാത്രയാക്കിയതും ഒക്കെ ഇവൻ്റെ അകത്ത്, ഈ 12 പേരുടെ അകത്തെങ്കിലും ഇവൻ ആരാന്ന് തെളിയണം. 1000 യോഗത്തിൽ പങ്കെടുത്തിട്ടും യേശു ആരാന്നറിയാതെ പോയാൽ നീ ഒരു കഥ കേൾക്കാൻ വന്നവനാ. എന്നാൽ യേശു ആരാന്നൊരുവൻ അറിഞ്ഞാൽ അവൻ്റെ ഒരു പ്രശ്നത്തിനും അവൻ ഭാരപ്പെടത്തില്ല, സകലത്തിലും അവൻ മതിയായവൻ. ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഭാഗം കേട്ടോ, അവൻ സർവശക്തനാണ്. ആരാണ്? ഒന്ന് പറഞ്ഞേ. അതിന് ഒരു വ്യാഖ്യാനം പറയാം, എൻ്റെ ആവശ്യങ്ങളെക്കാൾ വലിയവൻ. ഓ, അവൻ ആരാണ്? ഒന്ന് കൈ കൊടുത്ത് പറ, സർവശക്തനാന്ന് പറ.
ഓ ഹല്ലേലൂയ. ഇനി ഞാൻ ഈ പ്രസംഗത്തിലേക്ക് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരിക. ദൈവത്തിന് സ്തോത്രം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, പത്രോസ് ഒറ്റ ചാട്ടത്തിന് വന്നു. ഈ പത്രോസ് എന്ന് പറഞ്ഞാൽ പൊതുവെ എടുത്തിയാട്ടാ. ഈ ചിലരുടെ ഒരു പ്രത്യേകതയുണ്ട്, 5 പ്രാവശ്യം ആലോചിച്ചിട്ടേ അവർ എന്തിനും ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ട് 15 വർഷമായിട്ട് ആലോചിക്കുക, ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. എന്താ ബ്രദറെ? ആലോചിച്ചുകൊണ്ടിരിക്കുക. മോളെ പഠിപ്പിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. വീട് വെക്കുന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നു മോനെ, നിന്റെ ആലോചന മരിക്കുന്നിടം വരെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. പണ്ട് ആലിമൂടനൊരു നാടകം ഇറക്കിയത് ഞാൻ ഹാസ്യ രീതി പറയാറുണ്ട്. നാടകത്തിൻ്റെ പേര് ചിന്തിച്ച ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലേ ഞാൻ പറഞ്ഞില്ല. അപ്പം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടേ. ഒത്തിരി ആലോചിക്കാതിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. ചില യോഗത്തിന് ഇനി നഖം കടിച്ചു പറിക്കുന്നത് കണ്ടാൽ ഈ ആലോചിക്കുമ്പോഴാണ് കൂടുതൽ നഖം കടിച്ചു പറിക്കുന്നത്. ആലോചിക്കുമ്പോഴാണ് കൂടുതൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഇറ്റലിയിലെ കാര്യം ചിന്തിക്കുന്നത്. ആലോചന കൂടുമ്പോഴാണ്. ഞാൻ തുറന്ന് പറയുക, ഒത്തിരി ആലോചിക്കാതിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. എല്ലാം ദൈവം നടത്തുമെന്ന് വിശ്വസിക്കണം. അത്ഭുതകരമായി നടത്തുമെന്ന് വിശ്വസിക്കണം. നമുക്കിനി ദൂതിലോട്ടൊന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഈ പത്രോസിൻ്റെ പ്രത്യേകത, അവനെ എടുത്തിയാട്ടോ. ഒരിക്കൽ വള്ളത്തിൽ യേശുവന്മാരെ കയറ്റിവിട്ടു. ഇവരെല്ലാം കൂടെ വള്ളത്തെ പോയി ഭയങ്കര കാറ്റടിച്ചു. നിങ്ങൾക്കറിയോ, ഈ കടപ്പുറത്ത് ജനിക്കുന്നവരും മലമ്പ്രദേശത്ത് ജനിക്കുന്നവരും പട്ടണത്തിൽ ജനിക്കുന്നവർക്കും പല പല അനുഭവങ്ങളാണ്. ഈ കടപ്പുറത്ത് ജനിക്കുന്നവരുടെ പ്രത്യേകം അവരുടെ കളിസ്ഥലം കടലാണ്. മലമ്പ്രദേശങ്ങളിൽ അവരുടെ കളിസ്ഥലം മലയുടെ മുകളാണ്. അവർ ഏത് കയറാത്തിടത്തും കയറും. പക്ഷേ കടൽക്കര കടന്നവനെ അവിടെ കൊണ്ടുവന്ന് മേപ്പോട്ട് നോക്കി നെഞ്ച് തിരിച്ചു പോരും. നമ്മളെ കൊണ്ട് നടക്കുകയില്ലെന്ന് പറയും. എന്നാൽ നമ്മൾ ബെൻസേ കയറുന്ന പോലെ അവർ വള്ളത്തെ കയറുന്നത്. ചിലതൊക്കെ നിങ്ങൾ കേട്ടില്ലയോ, ഈ ചില നദിയുടെയൊക്കെ അക്കരയോട്ട് പോകാൻ വഴിയില്ല. ഇക്കരയിൽ നിന്ന് അക്കരയോട്ട് പോകുന്ന ചിലർ കണ്ടാൽ ചുമ്മാ ഒരു കമ്പയിലോട്ട് കയറി നിന്ന് വള്ളിയെ പിടിച്ചങ്ങ് പോകുന്നേ കാണാം. നമ്മൾ കമ്പയിൽ കയറിയാൽ താഴെ പോകും. പണ്ട് ഞാൻ ആദ്യമായിട്ട് വള്ളത്തെ കയറി. സ്തോത്രം. വള്ളത്തെ കയറിയപ്പോൾ ഈ വള്ളത്തെ കയറുന്ന അറിയാത്തതുകൊണ്ട് ഒന്നേ കയറിയുള്ളൂ. അന്നേരം വെള്ളത്തിൽപ്പോയി. അതിൻ്റെ കാരണം വള്ളത്തെ ഒരു ബാലൻസിലേ നിൽക്കാൻ പറ്റൂ. അത് ഓടിയെ കയറുന്ന പോലെയും സ്തോത്രം ഇനോവയെ കയറുന്ന പോലെ ഒന്നും വള്ളത്തെ കയറാൻ പറ്റത്തില്ല. അത് കയറുന്നവർക്കറിയാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവരുടെ കളിക്കളവാക്കാണ്ട്. കടലിലൊരു കാറ്റ് ഒരു സാധാരണ വിഷയമല്ല. കാരണം കടലിൽ കാറ്റുണ്ടെന്നും കടലിൽ തിരയുണ്ടെന്നും കടലിൽ ദൈവത്തിൻ്റെ സ്തോത്രം ഉണ്ടാകുന്ന അപകടങ്ങൾ ശരിയായി തിരിച്ചറിയാവുന്നവർ. നമ്മൾ കുഴിയപ്പം ഉണ്ടാക്കി കളിക്കുന്ന പോലെ ഇവന്മാർ കടലിൽ ഇറങ്ങി മീനെ പിടിച്ച് കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും. പക്ഷേ കാറ്റ് ഇന്നു വരെ അടിക്കാത്ത കാറ്റാ. 3 യാമങ്ങൾ ആടി ഉലഞ്ഞു. പക്ഷെ അവർ നോക്കിയപ്പോൾ ഒരു കാഴ്ച, അവൻ അലറുന്ന തിരമാലകളുടെ മുകളിലൂടെ ഒരുവൻ നടന്നു വരികയാ. ഓ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് സ്തോത്രം, അവരാദ്യം പറഞ്ഞു അതൊരു ഭൂതമാണ്. അവരാദ്യം പറഞ്ഞു അതൊരു ഭൂതമാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ കാരണം ഇപ്പോഴും അങ്ങനെയുള്ളവരാ. സാധാരണ കവിഞ്ഞ് എന്തേലും കണ്ടാൽ അവർ ഭൂതമാണെന്ന് പറയും. അവരുടെ മനസ്സിലൊരു സ്കെയിലുണ്ട്. അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും നടന്നാൽ പറയാം അത് ഭൂതമാണ്. ഈ പറയുന്നവനാ ഭൂതം എന്നുള്ളത് ലേറ്റായിട്ടേ മനസ്സിലാക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത് വന്ന് യേശു പറഞ്ഞു ഞാനാന്ന് പറഞ്ഞു. അയ്യോ, ഉടനെ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഒരാശ്വാസം. ഉടനെ പത്രോസ് പറഞ്ഞ കേൾക്കണം, കർത്താവേ നീയാണ്, ഞാൻ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ മനസ്സിലായി. യേശുവില്ലാത്ത വള്ളത്തേക്കാൾ യേശുവുള്ള കടലാണല്ലേ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യാം. യേശു ഉണ്ടോ പ്രശ്നത്തിൻ്റെ മേൽ ഞാൻ നടക്കും. യേശു ഉണ്ടോ പ്രശ്നത്തിൻ്റെ മേൽ ഞാൻ ഇന്ന് പകൽ ചില വെല്ലുവിളി ബൈബിൾ വായിക്കുന്നതൊക്കെ, നീ വെള്ളത്തിൽ കൂടെ കടക്കും പക്ഷെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നീ അഗ്നിയിലൂടെ കടക്കും, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. അത് നിന്നെ ദഹിപ്പിക്കത്തില്ല, കാരണം ഞാൻ നിന്റെ. ഓ ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ നിന്റെ വിജയത്തിന്റെ രഹസ്യം കുടുംബ പാരമ്പര്യമല്ല, യേശു കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കൊന്ന് മനസ്സിലാകുന്ന ഭാഷയിലോട്ട് വരാം. പത്രോസ് എടുത്തിയാടി. കടലിന്റെ മണ്ടയ്ക്കൂടെ നടന്നപ്പോൾ 11 ശിഷ്യന്മാർ മനസ്സിൽ പറയുക, ഇവൻ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ബുദ്ധിയുള്ള 11 പേരെ കാണാൻ ഞങ്ങളിപ്പോൾ വള്ളത്തെ തന്നെ ഉണ്ട്. യേശു വന്ന ആശ്വാസം പ്രാപിച്ച് ഇനി വല്ല അനുഗ്രഹം ഉണ്ടാവുമെന്ന് കാത്തിരിക്കുക. പക്ഷെ ഇവൻ എടുത്തിയാടി. നിങ്ങൾ നോക്കിയേ, 1-2 സ്റ്റെപ്പ് എടുക്കുമ്പം ഇപ്പം ഇവന്മാർ പറയുക, ഇപ്പം കാണാം, ഇപ്പം കാണാം. അവന്മാർ പറഞ്ഞ പോലെ തന്നെ പുള്ളി പെട്ടെന്ന് ഇപ്പം കാണാമെന്ന് പറഞ്ഞവൻ്റെ മുഖത്തോട്ട് നോക്കി. അന്നേരം ഇവൻ ബ്ലുന്ന് താഴോട്ട് പോയി. പക്ഷെ പ്രശ്നം, യേശുവിൻ്റെ കൈ എത്തുന്ന അകലത്തിലാണ് അവൻ താണെ. ലോഡ്,
ചിലരൊക്കെ നിന്റെ താഴ്ച കണ്ട് കൈയടിക്കുന്നത് കണ്ടിട്ടില്ലയോ? പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു കാഴ്ച കാണാം. ഒരു കൈ നിന്നെ എന്തുമാത്രം താണോ അവിടുന്ന് യേസ് ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. ഇനി നീ ഒരടി താഴത്തില്ല. നിന്നെ ഒരു കൈ താങ്ങി പിടിക്കുക. തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമായ ദൈവം. എന്നെ നോക്ക്, ഒരു കൈ അവനെ ഉയർത്തി. നിങ്ങൾ എന്നെ നോക്ക്, 11 പേര് പടകിൽ ആശ്വാസം പ്രാപിക്കുന്നു. 12ാമത്തവൻ എടുത്തു ചാടിയവൻ യേശുവിൻ്റെ കയ്യിലിരിക്കുക. അവിടെ വായിക്കുക, അവർ ഒന്നിച്ച്. അങ്ങനെ വാക്യ, അവർ ഒന്നിച്ച് പടകിലേക്ക് കയറിയപ്പോൾ കടൽ ശാന്തമായി. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാ, നീ തന്നെയല്ല, നീ യേശുവിനോട് ഒന്നിച്ച്. നീയും യേശുവും കൂടെ, നീയും യേശുവും കൂടെ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? നീയും ഓ ഹല്ലേലൂയ. ചിലരുടെ അകത്തൊരു വലിയ ആത്മീക തീ വ്യാപരിക്കുക. നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല, നീയും യേശുവും കൂടെ. അപ്പൊ പത്രോസ് പൊതുവെ ഒരു എടുത്തിയാട്ടക്കാരൻ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഉടനെ മറുപടി പറയുന്നവരുണ്ട്. ചിലര് ആലോചിച്ച് കണ്ട് മറുപടി വരത്തുള്ളൂ. അവർ ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല. കാരണം അവർ പറയുന്നതിന് ആരെങ്കിലും എന്ത് ചെയ്യും? മറുപടി പറയും. അവരിങ്ങനെ ആശയം വന്നപ്പോഴേ മറുപടി വേറെ ആൾ പറഞ്ഞു. പത്രോസിന് പറയുക, കർത്താവേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അന്ത്രയോസിനും യാക്കോബിനും യോഹന്നാനും യൂദായിക്കും അല്ലെങ്കിൽ 11 പേർക്ക് വെളിപ്പെട്ടതിനപ്പുറത്ത് ഇവന് വെളിപ്പെട്ടു. ഇവൻ ക്രിസ്തുവാണ്. ആരാധിക്കാൻ വന്നവരോട് ചോദിക്കട്ടെ, ഇന്ന് ആരാധനയ്ക്ക് വന്ന നീ ആരാധിക്കുന്നത് ആരെയാണെന്ന് നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? വെളിപ്പെട്ടാൽ ആരാധന മാറും, വെളിപ്പെട്ടാൽ കയ്യടി മാറും, വെളിപ്പെട്ടാൽ സ്തോത്രം മാറും. ഞാൻ ആരാധിക്കാൻ വന്നവൻ ഇനി ആരാണ് ക്രിസ്തു എന്ന് 2 വാക്കി പറയാം. ഒന്ന്, ജനിക്കുന്നതിന് മുമ്പേ അവനുണ്ടായിരുന്നു, ജനിച്ചു കഴിഞ്ഞും അവനുണ്ടായിരുന്നു, മരിക്കുന്നതിന് മുമ്പേ അവനുണ്ടായിരുന്നു, മരിച്ചു കഴിഞ്ഞും അവനുണ്ടായിരുന്നു. അവൻ ആൽഫയും ഒമേഗയുമാണ്. അവൻ ആരാന്ന് നിന്റെ ഉള്ളിൽ തെളിഞ്ഞാൽ, ചോദ്യം, ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആരേലും ഭൂമിയിലുണ്ടോ? ഇല്ല. മരിച്ചു കഴിഞ്ഞ് ഉണ്ടായ ആരേലും, മരിക്കുമ്പോൾ ഉള്ള ആരേലും ഭൂമിയിലുണ്ടോ? ഇല്ല. അങ്ങനെ ഒറ്റയാളേ ഉള്ളൂ, അതാ ക്രിസ്തു. ഹല്ലേലൂയ. ഭൂമിക്കും ഭൂമണ്ഡലത്തിനും അടിസ്ഥാനമിടും മുമ്പ് അവൻ അനാദിയും ശാശ്വതവാസിയുമായ ദൈവമാ. മനസ്സിലായോ? അവൻ ഭൂമിക്ക് അടിസ്ഥാനമിടുമ്പോൾ പിതാവിന്റെ മടിയിൽ ഉണ്ട്. കണ്ടോ, ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടായവൻ, മരിച്ചിട്ടും ഉണ്ടായവൻ, ഉയർത്തെഴുന്ന ഓ ഹല്ലേലൂയ. അവൻ ആരാ? അതുകൊണ്ട് ആ പാട്ടുകാരൻ പറഞ്ഞ, അവനൊപ്പം പറയാൻ അവനെ പോലെ ആരാധ്യൻ. സാമേ എന്താ പറയുന്നു? വല്ല നടക്കുവോ? അന്നാവാ ദൈവത്തിന്. അവനൊപ്പം പറയാൻ വല്ലോ നടക്കുമെന്ന് ചോദിച്ചാൽ പാടാൻ പറ്റുമെന്നാ ചോദിച്ചത്. നോക്കി, അവനൊപ്പം പറയാൻ 2-3 കസാര ഇട്ട് ഇവരെ ഇവിടെ ഇരുത്താൻ പോവാ. ഇനി ദൈവത്തിന് സ്തോത്രം. അവനൊപ്പം പറയാൻ, അവനെപ്പോലെ ആരാധ്യൻ. ചിലർക്ക് ചോദിക്കും, എടാ നീ ഇവിടെ വന്ന് കിടന്ന് ഇങ്ങനെ കൈയടിക്കാൻ ഇവിടെ ഞങ്ങൾക്കൊന്നും കാണാനില്ലല്ലോ. ഞങ്ങൾ കണ്ടവൻ സ്റ്റേജിലല്ല, ഹൃദയത്തിലാ. മനസ്സിലായവർ സ്തോത്രം ചെയ്യ. ഇന്ന് നീ ആരാധിക്കുന്ന ആരാധ്യൻ 10,000ങ്ങളിൽ സുന്ദരനാ. ഷാരോനിലെ നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തപ്പി ഓടിയെങ്കിൽ നീ കണ്ടവൻ. കൈയടിച്ച് പാടാൻ പറ്റൂലല്ലോ. ആ കരമൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് അടിച്ച് 4 ലൈനേ പാടാൻ നേരമുള്ളൂ. കാര്യം ദൂത് പറയണം, അതുകൊണ്ടാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഈ പാട്ടിന്റെ ഇടഭാഗം ഞാൻ ആദ്യം കണ്ടുപിടിക്കുക ഇച്ചിരി പാടാ. അതുകൊണ്ട് ഇച്ചിരി സമയം കൊടുത്തേക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ 2 കൈ ഒന്ന് മെല്ലെ ഒന്ന് അടിച്ച്. ഹല്ലേലൂയ. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവൻ
ആരുമേ ഒരു നാളും അലയാതെ മോദമായി മരുവും മരുവീലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞതിന് അപ്പുറത്തോട് ഇപ്പൊ പാടിയപ്പോ കിട്ടിയില്ലേ? അത് ഏതോ ഒരു ഭക്തന്റെ അകത്ത് കത്തിയതാ. നിങ്ങൾ കുറച്ചു നാളോട് കഥ കേട്ടേച്ച് പോകരുത്. യമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാര് പറയുക, തിരുവെടുത്ത് തെളിയിച്ചപ്പോൾ എൻ്റെ ഉള്ളം കത്തിയെന്ന്. കേട്ടോ, വചനം കേൾക്കുമ്പോ കത്തണം. കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിക്കായികയാൽ അവർക്ക് വചനം ഉപകാരമായില്ലെന്ന്. അപ്പൊ വചനം വിശ്വാസമാകണം. അവിടെ അത്ഭുതം നടക്കുന്നത്. അപ്പോട്ടെ, ദൈവത്തിന് സ്തോത്രം. ആവശ്യമുണ്ട് വിളിക്കാം കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്കൊന്ന് പാടിയൊക്കെ പോയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ദൂതിലോട്ട് വരാം. അപ്പം ശ്രദ്ധിക്കണം, ഈ യേശു ആരാന്ന് വെളിപ്പെടുന്നതാ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങൾക്കറിയാം, ഈ യേശുവിനെ അറിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ബൈബിൾ വായിക്കുക. ഇനി ദൈവം പറയാണ്, ഇതും നിനക്ക് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ പിതാവാ. ഇതിനാ നമ്മൾ ഈ കൃപയെന്ന് പറയുന്നു. ഇത് വെളിപ്പെട്ട് കിട്ടുന്നത് ഒരു കൃപയാണ്. എല്ലാവർക്കും ഇത് വെളിപ്പെടത്തില്ല. നിന്റെ കുടുംബത്തിൽ പലർക്കും വെളിപ്പെട്ടില്ല. പക്ഷെ നിനക്ക് ഈ കൃപ വെളിപ്പെട്ടു. യേശു ആരാ? ഓ ഹല്ലേലൂയ. തിരിച്ചറിവുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശു ആരാന്ന് മനസ്സിലായവര്. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ഒന്ന് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറയാം, എല്ലാം വെളിപ്പെടുത്തി തരും എന്ന് പറ. ഹല്ലേലൂയ. നിന്റെ ഭാവിയെക്കുറിച്ച് ഈ ഇരമ്യ പ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 3-ാമതൊരു വാക്യമുണ്ട്. കാണാതറിയാവുന്ന വാക്യമാണ്. ഈ ദൈവത്തിൻ്റെ ഫോൺ നമ്പരാന്നൊക്കെ പാസ്റ്റർമാർ പണ്ട് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്വവും. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. നീ അറിയാത്ത കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. ഇന്ന് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, ദൈവത്തെ വിളിക്കുന്ന നിനക്ക് മറ്റാരും അറിയാത്ത ചില രഹസ്യം. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറയാം, ദൈവം ചിലത് അറിയിക്കും, കാണിച്ചു തരുമെന്ന് പറ. ഓ അതെ, കാണിച്ചു തരും. ഒരാമയും പറഞ്ഞാട്ട്. ഈ ദിവസങ്ങളിൽ നിന്റെ കുഞ്ഞിന്റെ ഭാവിയുടെ കാര്യം ദൈവം കാണിച്ചു തരും. നിന്റെ ഭാവിയെ ദൈവം നിങ്ങൾക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകൂടെ വാക്യം വായിക്കണം. എന്നെ വിളിച്ചപേക്ഷിക്ക, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഞാൻ നിന്നെ അറിയിക്കും. നിങ്ങൾക്കറിയാം, ഓരോ ആരാധനകൾക്കകത്തും വചനത്തിന്റെ മർമ്മങ്ങൾ അറിയണം. ദൈവത്തിൽ നിന്നുള്ള ആവി ദൂതുകൾ അറിയണം. ഒരാമയും പറഞ്ഞാട്ട്. ഇന്നലെ ബൈബിൾ വായിച്ചവരല്ല നീ നാളെ വായിക്കേണ്ടത്. പുതിയ വെളിപ്പാട് നിനക്ക് തരാൻ പോവുക. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഈ മീഖായുടെ പ്രവചനത്തിൽ ദൈവത്തിന് സ്തോത്രം 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മീഖായുടെ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും, ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കാനും, ദയയുള്ളവനായിരിക്കണം, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണം. അല്ലാതെ എന്താകുന്ന 3 കാര്യം പറയാ പ്രവാചകൻ. ന്യായമായത് ചെയ്യണം, ദയയുള്ളവനാകണം, ദൈവത്തിന്റെ സന്നിധി താഴണം. ഇതാണ് ദൈവം നിനക്ക് കാണിച്ചു തരുന്നത്. ഈ 3 ദൂത് എന്തെങ്കിലും ഒന്ന് എടുത്ത് പ്രസംഗിക്കും. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ന്യായം പ്രവർത്തിപ്പാനും
ന്യായം പ്രവർത്തിപ്പാനും ആ. ദയാതൽപരനായിരിക്കാനും ആ. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനും അല്ലാതെ ആ. എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? 3 കാര്യമേ ചോദിച്ചിട്ടുള്ളൂ. നീ എത്ര വലിയവനായിക്കോ, പക്ഷെ നിന്നോടുള്ള 3 ദൂതേ ഉള്ളൂ. 1, ന്യായം പ്രവർത്തിക്കണം, ദയാ തൽപരനായിരിക്കണം, ദൈവസന്നിധി താഴണം. ഈ 3 കാര്യമുണ്ടെങ്കിൽ ഇത് മാത്രമേ ദൈവം ചോദിക്കുന്നുള്ളൂ. ഈ 3 കാര്യത്തിൽ നിനക്ക് വേണ്ടതെല്ലാം ഉണ്ട്. എനിക്കെന്തോ ദൈവാത്മാവ് എന്നോട് പറയുക, ചിലരെ കുറിച്ച് ദൈവം ചിലത് കാണിച്ചു തരും. അനിപ്പാർഷക്കല്ല, നിനക്ക് കാണിച്ചു തരും. നിന്റെ കുടുംബത്തിനകത്ത് കാണിച്ചത് ചിലർക്ക് ഇന്ന് കൃപ വെളിപ്പെടാൻ പോവാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ദൈവമേ എനിക്കത് കാണിച്ചു തരണേ, ദൈവമേ എനിക്കത് കാണിച്ചു തരണേ. നിങ്ങൾ ശ്രദ്ധിക്കുക, ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോഴേ ദൈവം ചിലർക്ക് ചിലത് കാണിച്ചു കൊടുത്താൽ ഇടയ്ക്ക് വരുന്ന ഒരു പ്രോബ്ലത്തെ അവർ മൈൻഡ് ചെയ്യത്തില്ല. ഈ പത്രോസ് അപ്പോസ്തലരെ പ്രവൃത്തി 12 വായിക്കണ്ട, കാരാഗൃഹത്തിൽ കിടന്ന് ഉറങ്ങാൻ കാരണം എന്നാ? നാളെ കൊല്ലുമെന്ന് പറഞ്ഞേക്കുക. ഇന്നലെ കൊന്നവന്റെ ചോരയുടെ മണം മൂക്കിൽ അടിച്ചുകൊണ്ടിരിക്കുക. അന്നേരം എന്താ കൂർക്കം വലിച്ചുറങ്ങുക. കാരണം ദൈവം ഒരു പ്രവചനം പറഞ്ഞു, നീ വാർദ്ധക്യത്തിലെ മരിക്കുന്നു. ഒരു ആമയും വരുന്നില്ല. ഇസബേല് പറഞ്ഞ് ഏലിയാവിനെ കൊല്ലുവെന്ന് ദൈവം തീരുമാനിച്ച് ഏലിയാവ് മരണമില്ലാതെ എടുക്കുമെന്ന്. മനുഷ്യർക്ക് മാസമല്ല വാശി, ദൈവത്തിനും ചില കാര്യത്തിൽ വാശിയുണ്ട്. ഒരു ആമയും പറഞ്ഞു തുടങ്ങണം. സ്വത്രം. യോസഫിന് ഒരു സ്വപ്നം കാണിച്ചു. വായിക്കാൻ നേരമല്ല, ഇവിടോട്ട് വരിക, ഈ ദൂതിലേക്ക് വരിക. സ്വപ്നം കാണിച്ചു. സ്വപ്നം എന്തുവാ? നിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കും, മറ്റുള്ള കറ്റ നിന്റെ കറ്റയെ നമസ്കരിക്കും. വ്യാഖ്യാനം ഇല്ലാത്ത വായിച്ചാൽ പറയും 4 ഏക്കർ കണ്ടം തിരുവല്ലായി തരാൻ പോവാ. ഇവിടെ കിട്ടിയോ? ഈ വെളിപ്പാടില്ല, കണ്ടം പോലെ തോന്നും. പിന്നെ പറഞ്ഞു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നിന്നെ. അപ്പൊ സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഒക്കെ വാക്തത്വം അബ്രഹാമിന്. അപ്പൊ വാക്തത്വമാണെന്ന് പറയാം. അങ്ങനൊന്നും അല്ല. സ്തോത്രം. മുമ്പിൽ പൊട്ടക്കുഴി വീണാലും യോസഫിന് പേടിയില്ല. കാരണം വെളിപ്പാട് കറ്റ എഴുന്നേക്കുമെന്ന. നിനക്ക് ഞാനൊരിക്കൽ ബോംബെ പ്രസംഗിക്കാൻ പോയപ്പോ ലോർഡ് യോഗം കഴിഞ്ഞപ്പോൾ സംഘാടകന് പറഞ്ഞു, ഒരു മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ കാറേ വരെ ചെല്ലണം. ഞാൻ അവിടെ ചെന്നപ്പം ഈ മോൻ സ്പോർട്സുകാരനാ, ഓട്ടക്കാരനാ. പക്ഷെ ഓട്ടത്തിൽ വീണ് കാലിൻ്റെ ഈ മുട്ട് പൊട്ടി, നടക്കാൻ പറ്റത്തില്ല. ഫുള്ള് ബെഡേലായിപ്പോയി. യോഗത്തിന് വരാനുള്ള ആവേശം കൊണ്ട് കാറെ കൊണ്ടുവന്നേക്കുവാ. അങ്ങനെ ഇനി ഇവൻ എഴുന്നേറ്റ് നടക്കത്തില്ലെന്നാ ഡോക്ടർമാരുടെ വിധി. ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കൊച്ചിൻ്റെ അമ്മ പറയുക, പാസ്റ്ററേ അവൻ പിന്നെ ട്രോഫി വാങ്ങിക്കുന്ന ഞാൻ സ്വപ്നം കണ്ടു. ഡോക്ടർ പറഞ്ഞ ഒന്നും നടക്കത്തില്ല, കുഞ്ഞു ട്രോഫി വാങ്ങിക്കും. അയ്യോ, ഞാൻ തോലും അത്ഭുതപ്പെട്ടു പോയി. കണ്ടോ, സാഹചര്യത്തിൽ അല്ല വിശ്വസിക്കുന്നത്, ദൈവം വെളിപ്പെടുത്തിയതിലാ. 4 വർഷം കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോ സ്തോത്രം, സംഘാടകര് പറഞ്ഞു, പാസ്റ്ററെ അറിയാവുന്നൊരു പയ്യനാ കൊണ്ടുപോകാൻ വരുന്നേ, അവൻ ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. കയറി വന്നിട്ട് അവൻ എനിക്ക് കൈ തോന്നി, എന്നെ അറിയോ? ഞാൻ പറഞ്ഞു അറിയത്തില്ലല്ലോ. 4 വർഷം മുമ്പ് ഒരു യോഗത്തിന് കാറേ വന്നൊരു ചെറുക്കന് വേണ്ടി പ്രാർത്ഥിച്ചോ? ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. ആ ചെറുക്കനാ ഞാൻ. ഇപ്പൊ എങ്ങനെയാ വന്നേ? കാർ ഓടിച്ചാ വന്നേ. അവൻ്റെ കൂടെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ നോക്കിയപ്പോഴേ കയറി ചെല്ലും. നമ്മളാരും നമ്മുടെ വീട്ടിലങ്ങനെ ഇതുപോലെ ഒരു മേശ ഇട്ടാച്ച് വെള്ള ഷീറ്റൊക്കെ ഇട്ട് ട്രോഫി വെച്ച് മാല ഇട്ട് വെച്ചേക്കുക. ഞാൻ കയറി ചെന്നപ്പം ഞാൻ ചോദിച്ചു, ഇതെന്നാ? അല്ല പാസ്റ്ററെ കാണിക്കാനാ. ഞാൻ ചോദിച്ചു, എന്നാ? ഈ വർഷത്തെ ഓട്ടത്തിൽ അവന് കിട്ടിയ ട്രോഫിയാ. 4 വർഷം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഈ ട്രോഫി കിട്ടുമെന്ന് യേശു എന്നോട് പറഞ്ഞേ. കണ്ടോ, സാഹചര്യമല്ല ദൈവം വെളിപ്പെടുത്തുന്നേ, നീ ആരാകുമെന്ന് വെളിപ്പെടുത്തും. നിന്റെ യേശുവിന്റെ നാമത്തിൽ ആരോടോ ദൈവം പറയുക, ഇതുവരെ സംഭവിക്കാത്ത പലതും നിന്റെ കുടുംബത്തിൽ സംഭവിക്കും. ഇതുവരെ നടക്കാത്ത എവിടൊക്കെയോ കൃപ വ്യാപരിക്കുക. ചിന്താഭാരം വേണ്ട, ടെൻഷൻ വേണ്ട, ഭാരം വേണ്ട. ഇതുവരെ നടക്കാത്തത് ആരുടെയൊക്കെയോ ഉള്ളിൽ വലിയ ദർശനം ദൈവം തന്നിട്ടുണ്ട്, വലിയ കാഴ്ചപ്പാട് ദൈവം തന്നിട്ടുണ്ട്. സാഹചര്യം പറഞ്ഞ് നടക്കത്തില്ലെന്ന്, പക്ഷെ ദൈവം പറയും നടക്കും.
ടെൻഷൻ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ദൂത് പറയാം. നീ കണ്ട സ്വപ്നം പോലെ നടക്കത്തുള്ളൂ. നീ കണ്ട സ്വപ്നം പോലെ നടക്കത്തുള്ളൂ. നീ കണ്ട യെസ് ഒരാമയും പറഞ്ഞാട്ടെ, ഒരാമയും പറഞ്ഞാട്ടെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു സംഭവം പറയാം. ഞങ്ങൾക്കൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് ഇവിടെ. തിരുവല്ലയിൽ നിന്ന് മാവേലിക്കരയ്ക്ക് പോകുന്ന വഴിക്കാം. അവരുടെ മോടെ കല്യാണത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുക. ഒരു ദിവസം ലിനി എഴുന്നേറ്റ് വന്ന് വെച്ച് പുള്ളിക്കാരത്തിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, മോടെ കല്യാണം നടക്കാൻ പോവുക, കല്യാണത്തിന് PJ കുര്യൻ സാറും കല്യാണത്തിനുണ്ടാവും. സ്വപ്ന 3-4 മാസം കഴിഞ്ഞിട്ട് കല്യാണം നടന്നില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി അലറി പോയി വിളിക്കുക, കണ്ട പുള്ളിയോ കല്യാണത്തിനുണ്ടായിരുന്നു. ഞാൻ എന്താ ഇവിടെ പറയാൻ പോന്നേ? നടക്കത്തില്ലെന്ന് വിധി പറയുമ്പോഴും നിനക്ക് ദൈവം തരുന്ന അറിയിപ്പ്. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നിന്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ഇപ്പോഴുള്ള സാഹചര്യത്തെ പേടിക്കണ്ട. ചൂടെ ഗഹനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രസംഗിക്കുന്ന ആളായിരിക്കത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കൃപകൾ ദൈവം തരും. അമ്മ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കണം, കർത്താവേ എനിക്ക് രാത്രി സ്വപ്നത്തിലൂടെ അരുളപ്പാട് തരണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ ബൈബിളിലെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 25 സങ്കീർത്തനം എടുത്തേ, അറിയാവുന്ന വാക്യമാണ്. വാക്യം തീർന്ന് ദൂതിലോട്ട് വരിക. 25 സങ്കീർത്തനം എടുത്തേ, 12-ാമത്തെ വാക്യം. ജീസസ് 12-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം. യഹോവ ഭക്തനായ പുരുഷനാർ. സങ്കീർത്തനക്കാരൻ യഹോവ ഭക്തനായ പുരുഷൻ ആർ. അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. ഭക്തൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു, ദൈവം കാണിച്ചു തരും. ആരോടൊക്കെ ദൈവം, നീ ഒരു ഭക്തനായി ജീവിച്ചാൽ നീ പോകേണ്ട വഴി ദൈവം നിനക്ക് കാണിച്ചു തരും. ഒരാമയും വരുന്നില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആരുടെയൊക്കെ റൂട്ട് മാറാൻ പോവുക, ഇതുവരെ സഞ്ചരിച്ച പാത മാറാൻ പോവുക, ബിസിനസ് മാറാൻ പോവുക, ജോലി മാറാൻ പോവുക, എവിടൊക്കെയോ യെസ് ദൈവം കാണിച്ചു തരും. എത്ര പേർ ജീസസ് ഒരു നല്ല ഹല്ലേലൂയ പറ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനിപ്പോഴും ഓർക്കുക, ഒരിക്കലൊരു പയ്യൻ പ്രാർത്ഥിക്കാൻ വന്നപ്പം സ്തോത്രം അവനോട് പറഞ്ഞു, നിന്റെ പേരിൽ ഹോസ്പിറ്റൽ ഉണ്ടാകാൻ പോവാൻ. നിന്റെ പേരിൽ എന്തുവാ? ഹോസ്പിറ്റൽ ഉണ്ടാകാൻ പോവാ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അവന് ഞാൻ നോക്കിയപ്പോൾ ഈ ദൂത് പറഞ്ഞു കഴിഞ്ഞ് നോക്കിയപ്പോൾ കുനിഞ്ഞിരുന്ന് ചിരിക്കുക. വിദ്യാഭ്യാസം ഇല്ലാത്ത എനിക്ക് എങ്ങനെയാ ഹോസ്പിറ്റൽ ഉണ്ടാകുന്നത്? ഞാനൊരിക്കലും ഒരു രാജ്യത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ സ്തോത്രം എന്നെ ഒരു ക്ലിനിക്കിൽ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോയി. ആ ക്ലിനിക്കിൽ നിന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ചെറുക്കൻ എന്നോട് ചോദിച്ചു, എന്നെ അറിയാമെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. എൻ്റെ പേര് വായിക്കാൻ പറഞ്ഞു. പേര് വായിച്ചു. അത് കഴിയുമ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ക്ലിനിക്കിൻ്റെ പേര് വായിക്കാൻ പറഞ്ഞു. അവൻ്റെ പേരിലാണ് ക്ലിനിക്ക്. അപ്പം ചോദിച്ചു, ഇതെങ്ങനെയാ, ഇതെന്തുവാ എന്നോട് ഇത് പറയാൻ കാരണം? അല്ല, പണ്ടേ ഞാൻ ചിരിച്ചായിരുന്നു ദൂത് പറഞ്ഞപ്പം, നിന്റെ പേര് ആശുപത്രി ഉണ്ടാവുമെന്ന്. ഇപ്പം 4 ഹോസ്പിറ്റൽ ക്ലിനിക്ക് എൻ്റെ പേരിലുണ്ട്. എൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു. ഉത്തരം, എൻ്റെ ഭാര്യ ഡോക്ടറാ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അമ്മി അങ്ങനെ ഡോക്ടറെ എങ്ങനെയാ കെട്ടി എനിക്കും അറിയത്തില്ല. ഇതൊക്കെ യഹോവയാൽ സംഭവിച്ചു. ഞങ്ങളുടെ ദൃഷ്ടിയിൽ ഞാൻ കെട്ടി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സ്പോൺസർ മരിച്ചുപോയി. സ്പോൺസറിൻ്റെ മോൻ പറഞ്ഞു, എനിക്കിതൊന്നും നടത്താൻ അറിയത്തില്ല, നിങ്ങൾ നടത്തിക്കുമ്പോൾ എനിക്ക് വർഷം വല്ലതും തന്നാൽ മതി. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ഇപ്പം 4 എണ്ണം ഉണ്ട്. ഞാൻ എന്തിനാ ദൂത് പറയുന്നത്? സാഹചര്യമല്ല വിഷയം, ദൈവം വെളിപ്പെടുത്തുന്ന ആ വിഷയം. ദൈവത്തിന് സ്തോത്രം. നീ പോകേണ്ട വഴി നിനക്കവൻ കാണിച്ചു തരും. ആരോടോ ദൈവാത്മാവ് ദൂത് പറയാ, ഒരു പൊട്ടനെ പോലെ ദൈവസന്നിധിയിൽ കരയുന്ന എന്തിനാ? ആ വഴി പ്രാർത്ഥനയിൽ വെളിപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. ഇതല്ല നിന്റെ ഭാവി, ഇതല്ല നിന്റെ റൂട്ട്, ഇതല്ല നീ പോകാൻ പോകുന്ന വഴി. വ്യത്യസ്തമായ അളവില് ശ്രദ്ധിക്കേ. യഹോവ ഭക്തനായ പുരുഷനാർ. അടുത്ത കേട്ടെ, അവൻ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കുന്ന വഴി താനവന് കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുക്കും. അടുത്ത വാക്ക് കേട്ടോ, അവൻ സുഖത്തോടെ വസിക്കും. ആര്? ദൈവത്തിന്റെ വഴി തെരഞ്ഞെടുത്തവൻ സുഖത്തോടെ വസിക്കും.
അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. അവന്റെ സന്തതി മുടിയുമല്ല, ദേശത്തെ അവന്റെ സന്തതി അവകാശമാക്കും. ഒരു ആമീൻ പറഞ്ഞാട്ട്. ചിലരൊക്കെ പറയണം, ദൈവം എനിക്ക് കാണിച്ചു തന്നു, അതുപോലെ സംഭവിച്ചു. ദൈവം എന്റെ പ്രാർത്ഥനയിൽ മനസ്സിലാക്കി തന്നു. അത് ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരൊക്കെ നമ്മളോട് പറയത്തില്ലയോ ചമി, ചില കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ അടുത്ത് വരുമ്പോൾ നമ്മൾ അടുത്ത് അവരോട് ചോദിക്കും, സ്തോത്രം, കല്യാണമൊക്കെ എങ്ങനാ? അപ്പോൾ അവർ പറയും, നടത്തി തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്തുവാ? നടത്തി തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരത്തെ ചർച്ചിൽ ചെല്ലുമ്പോൾ ഒത്തിരി പേര് കല്യാണം നടത്താനായിട്ട് നമ്മുടെ അടുക്ക വന്നിട്ട് നമ്മളോട് പറയും, 10 പൈസ കയ്യിലില്ല. ഞാൻ അപ്പോൾ പറഞ്ഞു, എനിക്കൊന്ന് കൈ തന്നാട്ടെ. ഞാൻ ചോദിച്ചു, കല്യാണം കഴിയുമ്പോൾ എത്ര രൂപ മീതി വേണം? അപ്പോൾ അവർ പറഞ്ഞു, നടന്നു കിട്ടിയാൽ അല്ല, എന്നാലും ഒന്നും പറ, 1,00,000 രൂപ മീതി വേണം. അതിൽ കൂടുതൽ മീതി കിട്ടട്ടെ. എങ്ങനാ? അല്ല, എങ്ങനാന്നൊന്നും അധികം ചോദിക്കാതിരിക്കുന്നതാ നല്ലത്. നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ ബുദ്ധി വർക്ക് ചെയ്ത എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എല്ലാം ദൈവം പറഞ്ഞ പോലെ നടക്കുന്നത്. അവൻ സുഖത്തോടെ വസിക്കും, അവൻ്റെ സന്തതി ദേശത്തെ. ഓ ഹല്ലേലൂയ. ആമേൻ. 32-ാം സങ്കീർത്തനം എന്നെടുത്ത് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. 32-ാം സങ്കീർത്തനത്തിലെ 8-ാമത്തെ വാക്യം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഈ ദിവസങ്ങളിൽ ചിലര് നിന്റെ ഭാവി കണ്ട് അത്ഭുതപ്പെടാൻ പോവുക. നീ നടക്കേണ്ടുന്ന വഴി ആര് കാണിച്ചു തരും? ആര് കാണിച്ചു തരും? ദൈവം കാണിച്ചു തരും. ഒന്ന് പറഞ്ഞ ദൈവം, ഒന്ന് വാർന്നു പറഞ്ഞ, ഞാൻ പോകേണ്ട വഴി ആര് കാണിച്ചു തരും? ഓ, ദൈവം കാണിച്ചു തരും. ആമീൻ. ദൈവത്തിന് സ്തോത്രം. ഇനി ഇച്ചിരുടെ ആമീൻ, ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം ഞാൻ ഏതോ ഒരു ബുധനാഴ്ച ഇവിടെ പ്രസംഗിച്ചു. ആമീൻ. യോഹന്നാനോട് ദൈവം പറയാ, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇന്ന് ആരോടൊക്കെയോ ദൈവം സംസാരിക്കാം. നിനക്ക് ദൈവം കാണിച്ചു തരും. നിന്റെ ഭാവിയെ കുറിച്ച് കാണിച്ചു തരും, നിന്റെ സന്തതിയെ കുറിച്ച്. ഓ, ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ അത് കാണിച്ചു തരണേ. നീ ഒരു പ്രവചനം ഉള്ളവനല്ല, പക്ഷെ നിനക്ക് ദൈവം കാണിച്ചു തരും. നീ ഒരു വെളിപ്പാടുള്ളവനല്ല, പക്ഷെ നിനക്ക് ദൈവം. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോഴേ, ബൈബിൾ മുഴുവൻ നിങ്ങൾ പഠിക്കുമ്പോൾ മനുഷ്യർക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രോബ്ലംസ് വരുമ്പോൾ ബൈബിളിന്റെ സിസ്റ്റം മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അന്നേരം ദൈവം അതിനൊരു സൊല്യൂഷൻ കാണിച്ചു തരും, ഒരു പരിഹാരം കാണിച്ചു തരും. ഈ ഉയർപ്പിൻ ദിവസം ഞാൻ പ്രവചിച്ചു പറയുക, ഇത് പരിഹാരങ്ങൾ കാണിച്ചു തരുന്നൊരു യോഗമാണ്. ഈ ദിവസങ്ങളിൽ ഇതിന്റെ രക്തബന്ധങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത പോലെ നിനക്കൊരു പരിഹാരം. ഒരു വാക്യം ബൈബിളിൽ നിന്ന് വായിക്കാം. ആ വാക്യം പ്രസംഗിക്കാനുള്ള നേരമേ ഉള്ളൂ. അടുത്ത ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങൾ ശുശ്രൂഷിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 25-ാമത്തെ വാക്യം. ദൈവം കാണിച്ചു തരും എന്നുള്ള വെളിപ്പാടോടാണ് വായിക്കാൻ. 15-ാം അധ്യായം 25-ാം വാക്യം. അവൻ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. മതി, നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിച്ചിരുന്നേ. 30 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഒരു ജനസമുദ്രം ഷൂൻ മരുഭൂമിയിൽ എത്തി. 3 ദിവസമായി അവർ വെള്ളം കുടിച്ചിട്ടില്ല. ലോർഡ്, സ്വാഭാവികമായിട്ട് വെള്ളം കിട്ടാതെ വരുമ്പോൾ സകലരും ലീഡർഷിപ്പിനെതിരെ ശബ്ദമുയർത്തും. മോശയുടെ പ്രത്യേകത, ആര് വെല്ലുവിളിച്ചാലും പുള്ളി കരയും. പുള്ളി വിളിച്ചു പോയി ദൈവത്തിൻ്റെ അടുത്ത്. ദൈവം അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ഇനി ഞാൻ ദൂത് നിങ്ങളോട് പറയുക, എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ദൂത്, വെള്ളത്തിനകത്ത് കയ്പ് കലർന്നാൽ കയ്പ് മാറ്റി വെള്ളം കയ്പില്ലാതാക്കാൻ ഒരിക്കലും കഴിയത്തില്ല. ഈ ചിക്കൻ കറി വെച്ചപ്പം
അമ്മായിയമ്മയാ കറി വെച്ച്, അമ്മായിയമ്മയെ ഉപ്പിട്ടു, മരുമോളും ഉപ്പിട്ടു. മനസ്സിലാകാൻ ഉപ്പിട്ട് ഇളക്കി കഴിഞ്ഞപ്പം നോക്കിയപ്പം മൊത്തത്തിൽ ഉപ്പ. ഇപ്പം പ്രായമുള്ള അമ്മമാർ ഇപ്പോഴത്തെ പിള്ളേരെടുത്ത് കളയും. പ്രായമുള്ള അമ്മമാർ എന്നെ എന്നറിയോ? അമ്മമാർ പറ, എന്തോ ഓമയ്ക്ക അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒരു5-6 അങ്ങോട്ട് മുറിച്ച് അതിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു തിളപ്പിക്കാം. അപ്പം എന്നറിയോ? ഈ ഉപ്പെല്ലാം എന്ന് പറഞ്ഞാലും നേരിട്ട് കഴിക്കാൻ പറ്റത്തില്ല, പക്ഷെ ചോറിനകത്തോട്ട് ഒഴിച്ച് കഴിക്കാം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. 2 കാര്യങ്ങൾ കലർന്നാൽ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റം ഇല്ല. എന്നാൽ ദൈവത്തിൻ്റെ കയ്യിൽ അതുണ്ട്. എന്തിപ്പോ സംഭവിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് നിന്റെ ലൈഫിൽ കൊണ്ടുതരാൻ ഒറ്റ ആൾക്കേ കഴിയത്തുള്ളൂ. ജീവിതം കഴിച്ചവരോട് പറയാം. ഒരു സ്ത്രീ ഒരിക്കലേ യഹൂദിയയിലെ ബേദലഹേമിൽ ചെന്നപ്പം ബേദലഹേമിലുള്ള ഒരു കോളനിയിലുള്ള മുഴുവൻ പേര് എഴുന്നേറ്റു, നവോമി വന്ന്. അവള് പറഞ്ഞു, എന്നെ നവോമി എന്ന് വിളിക്കരുത്. നവോമി എന്ന് പറഞ്ഞ ആൾക്ക് വാക്കിന്റെ അർത്ഥം നിറഞ്ഞവളെന്ന. മാറാന്ന് വിളിക്ക. എന്തുവാ മാറാ? അതിനർത്ഥം കയ്പ്. നവോമി, നീ തന്നെ പറയുന്നു നീ കയ്പാന്ന്. എന്നാൽ ആ രൂത്തിന്റെ പുസ്തകം അവസാനിക്കുമ്പോൾ അതേ നവോമി പറയുന്നു ഇത് കയ്പല്ല. ഞാനൊരു വെളിപ്പാട് പറയാം. നിലത്ത് വീണ വെള്ളം ഒരു തുണി കൊണ്ട് ഒപ്പിയെടുക്കുന്ന പോലെ നിന്റെ ലൈഫിൽ സംഭവിച്ച ചിലതിനെ ദൈവം ഇന്ന് ഒപ്പിയെടുക്കട്ടെ. ഒരിക്കലും മാറാത്ത കയ്പ്. യെസ് യെസ്. ഞാന് ഒരിക്കലൊരു ഫാമിലിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് 2 മക്കളാ. ആദ്യത്തെ മോൻ ജനിച്ചപ്പോഴേ ഒത്തിരി അപാകതകളുള്ള ഒരു കുഞ്ഞായിട്ടാണ് ജനിച്ചത്. രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു, അവന് ഒരു ഗുണവും ഇല്ല. ആദ്യം ജനിച്ച കുഞ്ഞ് നടക്കത്തില്ല. ആ കുഞ്ഞിനെ തോളെ എടുത്തിട്ടുണ്ട് അമ്മ നടക്കുന്നേ. സ്വയമായിട്ടൊന്നും ചെയ്യത്തില്ല. വായിക്കൂടെ വെള്ളം ഒലിപ്പിച്ച് അങ്ങനെ നടക്കുക. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ എന്നോട് യേശു പറഞ്ഞു, നീ അവളോട് പറ, നിന്റെ കയ്പ് ഞാൻ മാറ്റാൻ പോവാ. ലോർഡ് ലോർഡ്. ഞാനന്ന് കാണുമ്പോൾ അവന് 13 വയസ്സുണ്ട്, ഒരു 43 കിലോയും ഉണ്ട്. 43 കിലോ ഉള്ള ഒരാളെ ഒരമ്മ എടുത്തോണ്ട് ബാത്റൂമിൽ പോകണം, എടുത്തോണ്ട് മുറി കൊണ്ട് കടത്തണം. ആ അമ്മ എന്നോട് പറഞ്ഞു, 13 വർഷമായിട്ടൊരു സാരിക്കട ഞാൻ കണ്ടിട്ടില്ല, ഒരു ചായക്കട ഞാൻ കണ്ടിട്ടില്ല, ഒരു ഷോപ്പിംഗ് സെന്റർ ഞാൻ പോയിട്ടില്ല. ഇവനും ഞാനും മാത്രം. എന്റെ കയ്പ് മാറുമോ ലോർഡ്? പക്ഷെ അന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം പറഞ്ഞു, നിന്റെ കയ്പ്. ഞാനൊരു വെളിപ്പാട് നിന്നോട് പറയാം. ഒരിക്കലും മാറാത്ത കയ്പിനുള്ള പരിഹാരം കാണിച്ചു തരുന്ന ഒരുവൻ. ഓ യേശുവിന്റെ വചനം, വചനത്തെ തൊടുക. ആര് പറഞ്ഞു നീ എന്നും ഇങ്ങനായിരിക്കുമെന്ന്? ഞാനും ചിന്തിപ്പോൾ തിരിച്ചു വണ്ടിയെ പോരുമ്പോ ഓർത്തു, ഈ കയ്പ് എങ്ങനെ മാറാൻ? 14 വയസ്സുള്ള ഈ കൊച്ചന് വേറൊരു കുഴപ്പമില്ല, കഴിക്കുന്നുണ്ട്, ഒരു രോഗവും ശരീരത്തിലില്ല.
ഈ അമ്മ മരിച്ചാലും ഈ കൊച്ചു മരിക്കുകയില്ല. കാര്യം 14 വയസ്സേ ഉള്ളൂ. ഒരു ദിവസം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടു, ആ കുഞ്ഞ് മരിച്ചു. വളരെ ദുഃഖമെന്ന് തോന്നി. 2 വർഷം കഴിഞ്ഞ്, ഏകദേശം 3 വർഷം കഴിഞ്ഞ് ഞാൻ മറ്റൊരു യോഗത്തിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരു കൈക്കുഞ്ഞുമായിട്ട് ഈ അമ്മ വന്ന് നിൽക്കുക. ഞാൻ അമ്മയോട് ചോദിച്ചു, മോൻ മരിച്ചപ്പം വരാൻ പറ്റിയില്ല. അവള് പറയാ, സങ്കടദേശത്ത് ദൈവം എന്നെ ഓർത്തു. അവനെപ്പോലൊരു ആൺകുഞ്ഞ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുക. പറയാ, എനിക്ക് അവനെക്കുറിച്ച് ഒട്ടും ദുഃഖമില്ല. കാരണം ഞാൻ 14 വർഷം ചുമന്നവൻ്റെ മുഖരൂപം ഇവൻ്റെ മുഖത്ത് നിൽക്കുക. ആ കുഞ്ഞ് ഇന്ന് എനിക്കൊന്ന് 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുക. ഒരു ഊനവുമില്ല. ഞാനൊരു ദൂത് പറയാം, കയ്പ് മാറ്റാൻ യേശുവിന് മാത്രമേ പറ്റൂ. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു നിന്റെ കയ്പ് മാറത്തില്ലെന്ന്. പക്ഷെ യേശു പറഞ്ഞ കയ്പ് മാറും. ആരാ പറഞ്ഞ മാറത്തില്ലെന്ന്? മോശ കരയുക, കർത്താവേ ഒരു പരിഹാരം കാണിച്ചതാ. ഞാനൊരു വെളിപ്പാട് നിങ്ങളോട് പറയും, ഇന്ന് വചനം കേൾക്കുന്നവരോട്. ഒരിക്കലും മാറാത്ത കയ്പ് നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരനുഭവം കൂടെ പറഞ്ഞു വെച്ച് ഈ ദൂതിലോട്ട് വരാം, എന്നാലേ മനസ്സിലാവും. ഞാൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ എന്നും എന്നെ കാണാൻ വരുന്നൊരു ഫാമിലിയാ. അവർ എന്നും പറയുന്ന അവർക്ക് കടമാണ്, കടം. ഒരു മോൻ എഞ്ചിനീയറാ, പക്ഷെ അവന് 10,000 താഴെ ജോലി ശമ്പളമേ കിട്ടത്തുള്ളൂ. ഒരു എഞ്ചിനീയർക്ക് മിനിമം 1 ലക്ഷം രൂപ ശമ്പളം കിട്ടേണ്ടതാ. 10,000 താഴെ ശമ്പളമേ ഉള്ളൂ. രണ്ടാമത്തവൻ വലിയ പഠനമൊന്നും, ഒരു ചെറിയ ബിസിനസ്സാ. അവനും 5,000-7,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ആ വീട് മുമ്പോട്ട് പോകത്തില്ല, കടത്തിന്മേൽ കടം. ഒരു ദിവസം ആ സ്ത്രീ എന്നോട് വന്ന് ചോദിച്ചു, പാസ്റ്ററെ, ഞങ്ങളുടെ കയ്പ് ചാകുന്നതിന് മുമ്പേ മാറുമോ? ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു പറഞ്ഞു, കയ്പ് മാറി ജീവിതം മധുരിക്കും. ആ മൂത്ത മകന് ഒരു വിവാഹാലോചന വന്നു. ലോർഡ്, വിവാഹം നടന്ന പെൺകുട്ടി വീട്ടിൽ വന്നപ്പോൾ അറിയുന്നത് ഒരു വലിയ ഫൈനാൻഷ്യൽ ലൈബിലിറ്റി ഒരു കുടുംബമാണ്. എന്നാ അവനെ വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞേച്ച് പോകല്ല. അവൾ ചെയ്തേ കേൾക്കണോ? അവൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ഇവിടെ കടം മുഴുവൻ വീട്ടി. ഇവർക്ക് പുതിയ സ്ഥലം വാങ്ങിച്ച് അവിടെ വീട് വെച്ച് കൊടുത്തു. മോനെ ആ രാജ്യത്ത് കൊണ്ടുപോയി. ലോർഡ്, ഞാൻ പറയാൻ പോകുന്ന ഭാഗം ഇപ്പം അത് ഓർക്കാൻ കാര്യം, ആ മോൻ 3 മാസം മുമ്പ് എന്നെ വിളിച്ചു. വീടില്ലാത്ത 9 പേർക്ക് അവൻ വീട് വെച്ചു. ആ അമ്മ എന്നോട് ചോദിക്കുക, മാറുമോ കയ്പ്? മാറും. ഞാൻ പ്രവചിച്ച് പറയാം, മാറും. ഇത് ആരോടോ ദൈവം പറയാം, നീ കണ്ട് ദൈവം കാണിച്ചു തരും. ഞാൻ ദൈവത്തിന്റെ വായാൽ പ്രവചിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ആ ദൂത് കത്തുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ആ ദൂത് കത്തുന്നുണ്ടോ? ആർക്കും മാറ്റാൻ പറ്റാത്ത കയ്പ്. മോശ കരയുക ദൈവത്തോട്, കർത്താവേ ഈ കയ്പ് എങ്ങനെ മാറും? വായിക്ക, ദൈവം മോശയ്ക്ക് ഒരു വൃക്ഷം. ഏതാ വൃക്ഷം? യേശുക്രിസ്തു എന്ന വൃക്ഷം. മോശയോട് ദൈവം പറഞ്ഞു, ഈ കൊമ്പിൽ ഒന്ന് നീ ചായ്ക്കണം, അതിൻ്റെ ഒരു കൊമ്പ് നീ ഓടിക്കണം, എന്നിട്ട് അത് ഈ കയ്പിനകത്ത് ഇടണം. 2000 വർഷം മുമ്പ് ഗോൽഗോഥായുടെ മലയിൽ
ഈ വൃക്ഷത്തിന്റെ ശിഖരം ഒടിഞ്ഞു. ഇത് നീ എന്ന കയ്പിനകത്ത് വീണു. ഇന്ന് നിന്നെ കയ്പല്ല, നിന്നെ മധുരിപ്പിക്കുന്ന കൃപ. പ്രാർത്ഥിക്കുന്ന ചിലരോടാ ദൂത്, നീ തീരുമെന്ന് കഥ പറഞ്ഞവന്റെ മുമ്പിൽ നിന്റെ കയ്പിനെ മധുരമാക്കിയ ഒരു കാൽവറി. നാളുകൾ കൊണ്ട് ചിലരുടെ മനസ്സിനെ കീഴടക്കിയ ആശങ്ക ഇന്ന് പൊട്ടുക. തിരിക്കാത്തതിനെ തിരിച്ച് ലോർഡ് ആത്മാവ് പറയാ, ഈ കയ്പ് മാറത്തില്ലെന്ന് നീ പറഞ്ഞെങ്കിൽ ഇന്ന് ഞാൻ പ്രവചിക്ക, എണ്ണപ്പെട്ട ദിവസത്തിനകം ഈ കയ്പ് മധുരം. മനസ്സിലാക്കാം. എന്നെ നോക്കിക്കേ, ശരിക്കുന്നുണ്ട്. കയ്പാണോ ഇഷ്ടം, മധുരമാണോ ഇഷ്ടം? മധുര. എനിക്കും മധുര ഇഷ്ടം. ഞങ്ങളുടെ കെവിൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ കുറച്ച് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പം അവനോട് ഞാൻ ചോദിച്ചു, ആരോ അവിടെ കുറച്ച് കൈതച്ചക്ക കൊണ്ടുവന്നായിരുന്നു, അതിൻ്റെ ഒരു ജ്യൂസും ഒരു കേക്കും തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, മധുരം എനിക്ക് ഇഷ്ടമല്ല, മധുരം കഴിച്ചാൽ ഛർദ്ദിക്കാൻ വരും. ഞാൻ പറഞ്ഞു, നിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കട്ടെ. ഷുഗർ വരുന്നവർക്കായി മധുരം കൂടുതൽ കഴിക്കാനുള്ള ആവശ്യം. അങ്ങനെ ഈ ഏദൻ തോട്ടം മുതൽ എന്തോ വിലക്കിയോ അതേ തൊടാനാണ് നമുക്ക് കൊതി. വിലക്കാത്ത ഒന്നും നമുക്ക് വിഷയമില്ല, അത് വേണ്ട. ബിയർ കുടിക്കല്ലെന്ന് പറഞ്ഞാൽ എന്നാൽ അത് കുടിക്കണോ? എൻ്റെ ബ്രദറെ, നമ്മളൊരു വലിയ സൊസൈറ്റിയിലൊക്കെ നിൽക്കുന്നതിൽ വലിയ ഹൈഫൈ ആൾക്കാരുമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾക്ക് ബിയർ കുടിച്ചില്ല ഒരു നാണം കേട്. കുടിച്ചോ, നീ തന്നെ അനുഭവിക്കുമല്ല. എന്നെ നോക്കാം. ഈ ചില യോഗ കഴിയുമ്പോൾ ചില പിള്ളേർ വന്ന് നമ്മൾ ഉപയോഗിക്കും, കുടിക്കാൻ വചനമുണ്ടോ? പണ്ടൊരു ഉപദേശിച്ച് പറഞ്ഞു, പരാമർ കുടിക്കലെന്ന് വചനമില്ല, കുറച്ച് കുടിച്ചോളം പറഞ്ഞു. പോട്ടെ. എന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരിക്കൽ ഒരു മോൻ ആദ്യമല്ലേ കല്യാണം കഴിച്ച് ഭാര്യ വീട്ടിൽ ചെന്നു. ജോഷിയുടെ കാര്യമല്ല. ഭാര്യ വീട്ടിൽ ചെന്നപ്പം ഇലയൊക്കെ ഇട്ട് ചോറ് വിളമ്പുക. ഉപ്പ് വിളമ്പി. അത് കഴിഞ്ഞ് അമ്മായിയമ്മ പാവയ്ക്കാത്തോരൻ വിളമ്പി. ഇവൻ ഈ പാവയ്ക്ക കാണുന്നതും പിശാചിനെ കാണുന്നതും. അമ്മായിയമ്മ അങ്ങോട്ട് തിരിഞ്ഞപ്പം ഇതാരും കാണാതെ വായി വിട്ടു വെള്ളം അവൻ കുടിച്ചു. അമ്മായിമ്മ തിരിഞ്ഞു വന്നപ്പം എല്ലാം കൂട്ടാനുണ്ട്, പക്ഷെ പാവയ്ക്ക മാത്രം. അയ്യോ, എൻ്റെ ആഗ്രഹം അറിഞ്ഞൊരു മരുമോനെയാ തന്നെ ഒരു 2 തവിയുടെ ഇട്ടു. ഇരിക്കുന്ന മേശക്കടിയിൽ കൂടെ ഇവൻ ഭാര്യയുടെ കാല് അമർത്തി പിടിച്ച നിന്റെ ഒരു അമ്മായിയമ്മ. അവനെന്തോ ഇഷ്ടമല്ല. അങ്ങോട്ട് തിരിച്ചു ചെന്നപ്പോൾ അതും കഴിച്ചു. അമ്മായിയമ്മ പാത്രത്തോടെ കൊണ്ടുവന്ന് കമത്തി. ഇനി കയ്പ് കഴിക്കുന്നവന്റെ മുഖം എങ്ങനാ? മധുരം കഴിക്കുന്നവന്റെ മുഖം. ഈ മധുരം കഴിക്കുന്നത് നിങ്ങൾ കണ്ടില്ലയോ? നമ്മളൊരു 25 രൂപയുടെ ഒരു ഐസ്ക്രീം മാറ്റോട്ട് വെച്ചാൽ അതിനകത്ത് സാമ്പാർ വിളമ്പുന്ന തവിയല്ല ഇടുന്നേ, ഒരു ചെറിയ സ്റ്റിക്ക് ഇടും. അതങ്ങോട്ട് ഇട്ട് കുത്തി, അങ്ങോട്ട് കുത്തി, ഇങ്ങോട്ട് കുത്തി വായിലോ. ഇപ്പോൾ യോഗം കഴിഞ്ഞ് ഇപ്പോൾ എഴുന്നേറ്റ് പോകരുത്, യോഗം കഴിഞ്ഞ് പോകുമ്പോൾ വേണേൽ കഴിച്ചു. ഇങ്ങനെ പണ്ടൊരാൾ ഞാൻ ഉപവാസത്തിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞു, അച്ഛാ ഞാനൊരു സത്യം പറയാം, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇതൊന്നും പറയല്ല. അന്നേരം ഞങ്ങൾ വിട്ടുപോകും, അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ തൊട്ട് അലിച്ച് ചില ഉച്ചക്ക് ഐസ്ക്രീം കഴിച്ചാൽ പിന്നെ 4 മണി വരെ ഒന്നും കഴിക്കത്തില്ല. അതാ മധുരം. യേശുവിൻ്റെ പ്രത്യേകത പറയാം.
ലൈഫ് മുഴുവൻ കഴിച്ചവനെ ഇനിയത്തെ ലൈഫ് ഫുള്ള് മധുരിപ്പിക്കാൻ ആരോടോ ദൈവാത്മാ പറയ ഒരു വലിയ വ്യത്യാസം വരാൻ പോവാ. നിന്റെ കുടുംബത്തിനകത്ത് ഇതുവരെ ഇല്ലാത്തൊരു ചേഞ്ച്. നീ ലൈഫ് മധുരിക്കത്തക്കവണ്ണം ലൈഫ്. അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒന്ന് പ്രവചിച്ച് പറ, നിന്റെ ലൈഫ് മധുരിക്കാൻ പോവാന്ന് പറ.